കടുത്ത രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മാർപ്പാപ്പ വിശുദ്ധവാരാചരണത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് വീണ്ടും സജീവമായത്. ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പെസഹ വ്യാഴാഴ്ച പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പാപ്പ ജയിലിലെത്തുകയായിരുന്നു. പതിവനുസരിച്ച് തടവുകാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കാനെത്തുന്ന വലിയ ഇടയനെ ഇത്തവണ കാണാനാകില്ലെന്ന് കരുതിയിരുന്ന തടവുകാരെ വിസ്മയിച്ചുകൊണ്ടായിരുന്നു റോമിലെ റജീന ചേലി ജയിലിലേക്കുള്ള പാപ്പയുടെ വരവ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏകദേശം 70ഓളം തടവുകാരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. പാപ്പയെ ജയിലിന്റെ ഡയറക്ടർ ക്ലൗഡിയ ക്ലെമന്തെയും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. പെസഹ വ്യാഴാഴ്ച യേശു പാദങ്ങൾ കഴുകിയതുപോലെ എല്ലാ വർഷങ്ങളിലും ജയിലിൽ കടന്നുവന്നുകൊണ്ട് ആ ശുശ്രൂഷ നിർവഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ ഈ വർഷം എനിക്കതിന് സാധിക്കുകയില്ല എന്ന് പാപ്പ പറഞ്ഞു. എങ്കിലും നിങ്ങളുടെ അടുത്തായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും എനിക്കതിന് സാധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കു വേണ്ടിയും നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഒരു നിമിഷത്തെ പ്രാർത്ഥനയുടെ സമാപനത്തിൽ തടവുകാർ ഓരോരുത്തരെയും തന്റെ അരികിൽ നിർത്തിക്കൊണ്ട് പാപ്പ വ്യക്തിപരമായി അഭിവാദ്യം ചെയ്തു. തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥന എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചൊല്ലുകയും പരിശുദ്ധ പിതാവ് തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു. 30 മിനിറ്റുകൾ നീണ്ട കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് തിരികെ വത്തിക്കാനിലേക്ക് പാപ്പ മടങ്ങിയത്. ന്യൂമോണിയയിൽ നിന്ന് സുഖം പ്രാപിക്കുന്ന മാർപ്പാപ്പ ഈസ്റ്റർ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന ബാൽക്കണിയിലെത്തിയെങ്കിലും സഹായിയാണ് സന്ദേശം വായിച്ചത്. ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനാൽ ഈസ്റ്റർ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയില്ലെങ്കിലും ചടങ്ങിനൊടുവിൽ ആശീർവാദവും സന്ദേശവും നൽകാൻ അദ്ദേഹം എത്തി. ഗാസയിലെ സ്ഥിതി ദയനീയമാണെന്ന് പറഞ്ഞ മാർപ്പാപ്പ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെട്ടു. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ ദിനത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിശുദ്ധവാരത്തിൽ സജീവ സാന്നിധ്യമായ ശേഷം പൊടുന്നനെയായിരുന്നു വിടവാങ്ങൽ. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.